بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين हमको बुलाना या हबीब अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना या हबीब अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना या हबीब अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना या हबीब अल्लाह। धड़क उठेगा ये दिल या धड़कना भूल जाएगा, धड़क उठेगा ये दिल या धड़कना। الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الطيبين الطاهرين أما بعد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد وأنت عين الهدى سري ومستندي وأنت نور الورى يا شافعي بغدي هبة الوصال لهذا العبد يا سندي يا سيدي يا رسول الله خذ بيدي ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ രാത്രിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വേദികൾ ഔദാര്യമായി കബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യവും മഹാന്മാരായ സ്വഹാബാക്കൾ എങ്ങനെയാണ് തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞതെന്നും അതോടൊപ്പം പ്രപഞ്ചത്തിലെ ഓരോ മണ്ഡലങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തെ അറിയുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്ത രംഗങ്ങളാണ് ഇന്നലെ നാം പരാമർശിച്ചത്. ഇന്നിവിടെ നമുക്ക് പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻഗാമികൾ ഉൾക്കൊള്ളുകയും തിരുസവിധത്തിലേക്ക് എല്ലാം സമർപ്പിക്കുകയും ചെയ്ത മനോഹരമായ രംഗങ്ങളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം ഒരു ആദർശ ഗുരുവിൽ നിന്നു മാറി നമ്മുടെ എല്ലാ വിഷയത്തിന്റെയും പരിഹാരത്തിന്റെ കവാടമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ആ സവിധത്തിൽ ചെന്ന് അഭ്യർത്ഥന നടത്തുന്ന രംഗങ്ങളാണ് ഇന്നിവിടെ നമുക്ക് പറയേണ്ടത്. പക്ഷേ ഒരു കാര്യം ആദ്യമായി ഞാൻ ജാമ്യമെടുക്കുകയാണ്. ഈ വിഷയവും തുടങ്ങി വെക്കാനേ ഇന്ന് നമുക്ക് സാധിക്കൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നേതൃത്വം എന്നതിലുപരി രോഗത്തിനാണെങ്കിലും പ്രതിസന്ധിക്കാണെങ്കിലും കഷ്ടപ്പാടുകൾ മാറാനാണെങ്കിലും
എല്ലാ വിപത്തുകളെയും അകറ്റി നിർത്തുവാനാണെങ്കിലും അഭ്യർത്ഥിക്കുവാനുള്ള കേന്ദ്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന തിരിച്ചറിവാണ് നമ്മുടെ മുൻഗാമികൾ തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിർത്തിയത്. ആ ചെറിയൊരു അധ്യായം എന്നാൽ അന്വേഷിച്ചു പോകുമ്പോൾ വിശാലമാണ്. ഈ 14 നൂറ്റാണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലം മുതൽ ഇന്നേ വരെയുള്ള തലമുറകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുകയും അവിടുത്തെയുടെ മുമ്പിലേക്ക് പ്രശ്ന പരിഹാരത്തിനു വേണ്ടി എത്തിച്ചേരുകയും ചെയ്ത രംഗങ്ങൾ അവതരിപ്പിച്ച് ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ അലങ്കാരത്തിനു വേണ്ടി പറയുകയല്ല, ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തെയും ഒന്ന് തൊട്ടു നോക്കുവാനേ നമ്മുടെ ഈ ഒരു യാമത്തിന് നിയോഗമുള്ളൂ. കാരണം ഈ കാണുന്ന തലങ്ങൾ മുഴുവനും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭ്യർത്ഥന നടത്തിയ മുൻഗാമികളായ മഹത്തുക്കളുടെ വാചകങ്ങളും ചരിത്ര ശകലങ്ങളും ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഗുരു എന്നതിലുപരി, കേവലം ഒരു നേതൃത്വം എന്നതിലുപരി, നമ്മുടെ രോഗത്തിന്റെ ശമനത്തിനും പ്രശ്നത്തിന്റെ പരിഹാരത്തിനും എല്ലാം പറ്റുന്ന നേതാവാണെന്ന് വിശ്വസിച്ചവരാണ് മുൻഗാമികൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് തുടങ്ങുകയാണ്, അൽ ഖൽബു ഷജുൻ വൽ ഹമ്മു ഷജുൻ, ദിൽ സാർ ചുനാം ജാൻ സേർ ചുനാം, പത് അപ്നെ ബി ബത് മേം കാസേ കെ, മുറാദ് കോൻ ഹെ തെരേ സിവാ ജാനാ. അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് എന്റെ മനസ്സ് വേദനിക്കുകയാണ്. എന്റെ വിചാരമണ്ഡലങ്ങൾ മുഴുവനും അപകടത്തിന്റെയും പ്രതിസന്ധിയുടെയും വേപതുവിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് അവിടുന്നല്ലാതെ പരിഹാരം നൽകി സമാധാനിപ്പിക്കുവാൻ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താഴ്മയോടെ വിനയപുരസ്സരം മദീനയുടെ കവാടത്തിൽ ചെന്നുകൊണ്ട് വിളിക്കുന്നു, നബിയേ, അൽ ഖൽബു ഷജുൻ, എന്റെ കൽബാണെങ്കിൽ, എന്റെ മനസ്സാണെങ്കിൽ വേദനയുടെയും വേപതുവിന്റെയും ആഴിയിലാണ്. അതുപോലെ തന്നെ എന്റെ വിചാരമണ്ഡലങ്ങൾ മുഴുവനും ദുഃഖാർദ്രമാണ്. പരിഹാരത്തിന്റെ പറുദീസ വിരിക്കുവാനും എന്റെ വിഷയത്തിന് മോചനം നൽകുവാനും ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് വിനയപുരസ്സരം അവതരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് കേവലം ഒരു ഇമാമിന്റെ വാചകമല്ല, ഇത് കേവലം ഒരു കവിയുടെ പരാമർശമല്ല, ഇത് കേവലം ഒരു പണ്ഡിതന്റെ പ്രയോഗമല്ല. മറിച്ച് ആദർശത്തിന്റെ അടിത്തറയായി സ്വീകരിക്കുവാൻ ആഗോള മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും ചരിത്രപരമായി സ്വീകരിച്ച സമീപനത്തിന്റെ കാവ്യാവിഷ്കാരമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ മുമ്പിൽ അതിനുള്ള സൂചന ഏതാണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഔദാര്യപൂർവ്വം അവിടത്തെയോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഞങ്ങളിതാ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് ഹബീബായ നബിയെ, അവിടുന്ന് പാപമോചനത്തിന് വേണ്ടി തങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു നബിയേ. യാ റസൂലല്ലാഹ്, അവിടുന്ന് ഞങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കണമെന്നും അവിടുന്ന് പാപങ്ങൾ പുറത്തു തരാൻ ശുപാർശ ചെയ്യണമെന്നും മലബാറിന്റെയും മലയാളത്തിന്റെയും മണ്ണിലിരുന്ന് അറേബ്യൻ കാവ്യതല്ലജമാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മൻഖൂസിന്റെ വരി ഉദ്ധരിക്കുമ്പോൾ ചില ആളുകൾ ആലോചിച്ചു പോയി, ഇത് അതിര് കടന്ന പ്രയോഗമാണോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയാവണ്ണം ഉൾക്കൊള്ളുകയും അവിടുത്തെ സ്നേഹധാരയിലൂടെ സമീപിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് മഹാന്മാരുടെ പ്രമേയം എന്തായിരുന്നു? എല്ലാവരും ചെല്ലുന്നു ഇലാ മദീനത്തി റസൂലില്ലാഹ്, तस्वुर में मदीने की जहाँ तस्वीर बनती है वहीं पे जिंदगी की हर अदा तनवीर बनती है. ആരെങ്കിലും മനസ്സിൽ മദീനയെ സാന്നിധ്യമാക്കി കൊണ്ടുവന്നാൽ അവന്റെ മുഴുവൻ പ്രശ്നത്തിന്റെയും പരിഹാരമാണ് മദീനയിൽ കിടക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കാൻ